ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? 2 ചേരുവകൾ വെച്ച് സിമ്പിളായിട്ട് 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് ഇത് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് വരാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചൂടാകുമ്പോൾ ചെറുതായിട്ട് മുറിച്ച നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. നെയ്യിൽ പഴം ഒന്ന് വാട്ടിയെടുക്കണം. ഈ നെയ്യിൽ തന്നെ പഴം നല്ലോണം ഉടച്ച് എടുക്കണം കേട്ടോ. നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും. പഴം നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർക്കാം. നാളികേരം പഴത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കും വേണം. നാളികേരം നല്ലോണം മിക്സായി ചൂടായതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണത്. പഴത്തിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാര ചേർത്തോളൂ. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു നുള്ളു ഉപ്പും ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ 1/4 കപ്പാണ് ചേർക്കുന്നത്. ഇത് ഫസ്റ്റ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. റവ മിക്സ് ആയതിന് ശേഷം ബാക്കിയുള്ള റവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി നല്ലോണം ഈ പഴത്തിൽ മിക്സ് ചെയ്യുക. റവ പഴത്തിൽ നല്ലോണം മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർക്കാം. റവ വേവാനായിട്ടാണ്. ഇത് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് പാനിന് വിട്ട് വരാൻ പാകത്തിന് നമുക്ക് റെഡിയാക്കി എടുക്കണം. പാല് ചേർത്ത് മിക്സ് ചെയ്ത് ഈ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് പാനിൽ നിന്ന് വിട്ട് വരാൻ പാകത്തിനാക്കാം. ഇപ്പോഴേ ആയി, എന്നാലും കുറച്ചും കൂടി ആവണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നെയ്യ് ചേർക്കാം കേട്ടോ. അപ്പം നല്ലോണം പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങി. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മിക്സ് തണുത്തുണ്ട് കേട്ടോ. നമുക്ക് കൈ കൊണ്ട് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. നട്ട്സൊന്നും ചേർക്കാണ്ട് ഇങ്ങനെ തന്നെ കഴിക്കുകയാണെങ്കിലും കഴിക്കാം, അല്ല ആവി കയറ്റി കഴിക്കുകയാണെങ്കിലും നമുക്ക് അങ്ങനെയും കഴിക്കാം. ഇത് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റണ ഒരു പലഹാരമാണ്. ഞാൻ കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട്. പകുതി നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ച് വെച്ചതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പഴം ഇതുപോലെ ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ പഴം ഉടയാണ്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ബോളാക്കി എടുക്കാം. എന്തോരം വലിപ്പം വേണോ അതനുസരിച്ച് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഒട്ടുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് പരത്തിക്കോളും. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പം എല്ലാം നമ്മൾ ഷേപ്പാക്കി എടുത്തു. ഇനി ഇത് 10 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. മുകളിലൊരില വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം വെന്തുണ്ടാവും. നമുക്ക് തുറക്കാം. ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പം ചൂടോടുകൂടി നമ്മൾ എടുക്കുമ്പോൾ കയ്യിലൊട്ടും. അപ്പം തണുത്തതിൻ്റെ ശേഷം നമുക്ക് എടുക്കാം. അപ്പം നല്ലോണം തണുത്തുണ്ട് കേട്ടോ. ഉൾഭാഗം കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.